നമ്മുടെ രാജ്യം സ്വതന്ത്രമായി 75 വർഷങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. പല വെല്ലുവിളികളും സ്വതന്ത്ര ഇന്ത്യ നേരിട്ടു. അവിടെ നിന്നെല്ലാം നമ്മൾ പതുക്കെ പതുക്കെ ഉറച്ച കാൽവെപ്പുകളോടുകൂടി മുന്നേറി. ഇന്ന് ലോകത്ത് ഒരു അനിഷേധ്യ ശക്തിയായി മാറിയിരിക്കുകയാണ് നമ്മുടെ രാജ്യം. അമേരിക്ക, റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങൾക്കില്ലാത്ത, അല്ലെങ്കിൽ അവർക്ക് പോലും അവകാശപ്പെടാൻ പറ്റാത്ത ചില മേന്മകൾ, അല്ലെങ്കിൽ ചില നന്മകൾ, ചില മേൽക്കൈകൾ ഒക്കെ നമുക്കുണ്ട് എന്നാണ് പൊതുവെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ നമുക്ക് ഫലപ്രദമായി ഒരു പരിഹാരമുണ്ടാക്കാൻ പറ്റാത്ത തലത്തിൽ തന്നെ നിൽക്കുകയാണ് നമ്മുടെ രാജ്യത്തെ മതപരിവർത്തനം. ഈ മതപരിവർത്തനം കൃത്യമായിട്ട് വ്യാഖ്യാനിക്കാനോ അതിനെ ഒരു ശാശ്വതമായ പരിഹാരം കണ്ടെത്താനോ ഇതുവരെ നമ്മുടെ രാജ്യം ഭരിച്ച ഭരണാധികാരികൾക്ക് സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയല്ല. എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും ഈ മതപരിവർത്തനം നടക്കുന്നത്? ആദ്യ സംഗതി, മതം എന്നുള്ള വാക്ക്. നമ്മൾ പറയും ക്രിസ്തു മതം, ഇസ്ലാം മതം, അല്ലെങ്കിൽ ജൂതമതം. അതിൽ നിന്നാണല്ലോ ഇത് രണ്ട് മതം. പാഴ്സി മതം, അതെ, പാഴ്സി മതം, അല്ലെങ്കിൽ ബുദ്ധമതം, ജൈനമതം, ഇതൊക്കെ നമ്മൾ പറയും. ഹിന്ദു എന്നുള്ളൊരു വാക്ക് വരുമ്പോൾ കുറച്ചൊന്ന് ആലോചിക്കുന്നവർ പറയും, ഹിന്ദു മതമാണോ ഹിന്ദു സംസ്കാരമാണോ? അതിൽ തന്നെ ഇപ്പോൾ പുതിയ ഇതെന്ന് പറഞ്ഞാൽ സനാതന ധർമ്മം. അപ്പോൾ ഹിന്ദു ധർമ്മം എന്നുള്ളൊരു വാക്കിനാണ് ഹിന്ദു മതം എന്നുള്ളതിനേക്കാളും അതിനെ കുറച്ച് കൂടുതൽ വിശകലനം ചെയ്തവർ ഉപയോഗിക്കുന്ന ഹൈന്ദവധർമ്മം അല്ലെങ്കിൽ ഭാരതീയ ധർമ്മം. ഹൈന്ദവവും ഭാരതീയതയും ഒരുമിച്ച് വളർന്നു വന്ന ഒരു സംസ്കാരത്തിൻ്റെ ഇഴപിരിക്കാനാകാത്തവണ്ണമാണ്. കാരണം ഇന്ന് ഈ പറയുന്ന ഇന്ത്യയുടെ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ നമ്മുടെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ ജനങ്ങളിലുള്ള ചില വിശ്വാസങ്ങളും നമ്മുടെ ചില സംസ്കാരങ്ങളും നമ്മുടെ ചില ജീവിത രീതികളും ആചാരങ്ങളും ലോകത്ത് എവിടെ പോയാലും യവൻ ഒരു ഡിസിപ്ലിൻഡ് വർക്ക് ഫോഴ്സ് എന്നുള്ള രീതിയിൽ നിൽക്കാനായിട്ട് യവനുള്ള ട്രെയിനിങ് ആണ്. അത് വീട്ടിൽ മുതൽ വർഷങ്ങളായിട്ട് ജനിച്ച വീട്ടിലും അച്ഛനും അപ്പനും അവരെല്ലാം ചെയ്തു വന്നിരുന്ന ആ സംസ്കാരത്തിൽ നിന്ന് ഇന്ന് വ്യതിചലിപ്പിക്കാൻ പല ശക്തികളും പല രീതിയിലും ശ്രമിക്കുന്നുണ്ട്. അതായത് തോന്നിവാസങ്ങൾ അതിലേക്ക് പ്രേരിപ്പിക്കുക യുവതലമുറയെ. മയക്കുമരുന്ന്, ഇപ്പോൾ മദ്യം തന്നെ ഏറ്റവും കൂടുതൽ വിതരണം ചെയ്യുന്നത് ആരാണ്? സർക്കാരാണ് മദ്യം കൊടുക്കുന്നത്. ഏതെങ്കിലും ഇതിന് എന്തെങ്കിലും റെസ്ട്രിക്ഷൻ ഉണ്ടോ? നമുക്ക് അരി വാങ്ങിക്കണമെങ്കിൽ റേഷൻ കടയിൽ ചെന്നാൽ 15 കിലോയിൽ കൂടുതൽ തരില്ല. പക്ഷേ മദ്യം ഇഷ്ടം പോലെ വാങ്ങിക്കാം. അതെ, കേരളത്തിൽ റെസ്ട്രിക്ഷൻ ഇല്ല. അപ്പോൾ സർക്കാർ നിലനിൽക്കണമെങ്കിൽ ഇവിടെ മദ്യക്കച്ചവടം നടത്തണം. അപ്പോൾ മദ്യം കുടിക്കാൻ കൂടുതൽ പ്രേരിപ്പിക്കാൻ വേണ്ടി കുറേ കൂടെ വിശാലമായിട്ട് ബിയർ ആൻഡ് വൈൻ, അല്ലെങ്കിൽ ഇനിയും കൂടുതൽ കൊടുക്കണം, അത് പട്ടാളക്കാരൻ്റെ ബ്രാൻഡ് നമുക്ക് വിൽക്കണം. ഇതൊക്കെയാണ് ഇന്ന് ഗവൺമെൻറ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഈ രീതിയിലേക്ക് നമ്മുടെ യുവതലമുറയെ പല രീതിയിലും പലരും വഴിതെറ്റിക്കുന്നു. ഇതിൻ്റെ കൂട്ടത്തിൽ പുതിയ മയക്കുമരുന്ന് സംവിധാനങ്ങൾ, ഗംഭീരമായ സംവിധാനങ്ങൾ, ഒരിക്കലും രക്ഷപ്പെടാത്ത അടുത്ത തലമുറയെ തന്നെ ഇല്ലാതാക്കി കളയുന്ന അങ്ങനെയുള്ള സംവിധാനങ്ങളും ഒരു സൈഡിൽ കൂടെ പ്രവർത്തിക്കുന്നു. ഇതെല്ലാം ചെറിയ ചെറിയ കാര്യങ്ങളല്ല, ഇതെല്ലാം വലിയ തിമിംഗലത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ചെറിയ നെത്തോലി പോലെയുള്ള മീനുകളെയാണ് ഈ പോലീസ് പിടിക്കുന്നത്. ഇതിൻ്റെ എല്ലാം പിന്നിൽ വേറെ വലിയ ശക്തികൾ ഉണ്ട്, എങ്കിലേ ഇതെല്ലാം ഇങ്ങനെ നടക്കും. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാന സംഗതി എന്തെന്ന് വെച്ചാൽ, ഈ ഹിന്ദുധർമ്മം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സനാതനധർമ്മം എന്ന് പറയുന്നത് ഇത് കാലത്തിനതീതമായി നിലനിൽക്കുന്ന, എന്ന് ഈ ലോകമുണ്ടായോ, എന്ന് മനുഷ്യനുണ്ടായോ അന്ന് മുതലേ നമ്മുടെ ഉള്ളിൽ വിത്തുള്ള, ആ വിത്ത് കുരുക്കണമെന്നേ ഉള്ളൂ. വിത്ത് നമ്മുടെ ഉള്ളിലുണ്ട്. ഇതിനെയാണ് നമ്മൾ വാസനകൾ എന്ന് പറയുന്നത്. ഒരു കുട്ടി 5 വയസ്സിന് മുമ്പ് വയലിൻ എടുത്ത് വായിക്കുന്നു, ഒരാൾ വലിയൊരു സംഗീതജ്ഞനാവുന്നു, വേറൊരാളിന് വേറെ എന്തെങ്കിലും ഒരു സ്പോർട്സിൽ താല്പര്യം, അല്ല, ഇതെല്ലാം നമ്മൾ വാസനകളാണ്. സയൻസിൽ താല്പര്യം, വാസനകൾ എന്ന് പറയുന്നത് ആ ജന്മം എടുക്കുമ്പോൾ ആ ജീവാത്മാവിൻ്റെ കൂടെ വന്ന അസറ്റ്സാണ്. അത് ഓരോ സമയങ്ങളിൽ അതിന് പറ്റിയ, അതിനെ പരിപോഷിപ്പിക്കുന്ന അന്തരീക്ഷത്തിൽ അതിന് വളർച്ച വരും. അതാണല്ലോ നമ്മൾ ഈ ചില ക്രിക്കറ്റ് താരങ്ങളുടെ കേസ് കേട്ടാൽ, വളരെ നിർധനരായ കുടുംബങ്ങളിൽ അച്ഛൻ മരിച്ചുപോയി, രക്ഷയില്ല, എന്നിട്ടും അവനെ ആരോ ഒരാൾ കണ്ടുപിടിച്ച് അവനെ ട്രെയിനിങ്ങിന് വിട്ടപ്പോൾ അവൻ വലിയ ഇൻ്റർനാഷണൽ പ്ലെയറായി.
ഇങ്ങനെയൊക്കെ നമ്മൾ കേൾക്കുന്നത്. ഇതെല്ലാം വാസനകളാണ്. അപ്പോൾ ഈ വാസന എന്നുള്ളതിനെക്കുറിച്ച് വളരെ ശാസ്ത്രീയമായിട്ട് ഇതിനെക്കുറിച്ച് പഠനം നടത്തിയവരാണ് ഈ ഭാരതീയ സംസ്കാരത്തിൻ്റെ ഭാഗമായ നമ്മുടെ പഴയ ആചാര്യന്മാരായ ഋഷിമാർ. ഇതിലൊരു അടിസ്ഥാനം നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ദൂറൊക്കെ കഴിഞ്ഞ് നമ്മളിവിടെയൊക്കെ ഇരുന്ന് ചിലരൊക്കെ അതിനെ പുച്ഛിക്കുന്നു, ചിലരൊക്കെ വളരെ നന്നായിട്ട് ദേശബോധമുള്ളവർ, ദേശസ്നേഹികൾ അതിനെ സന്തോഷിക്കുന്നു, ആഘോഷിക്കുന്നു. പക്ഷേ ഭാരതത്തിൻ്റെ സൈന്യം ചെയ്യുന്ന ധൈര്യത്തോടുകൂടി ചെയ്യാൻ അമേരിക്കൻ സൈന്യത്തിൻ്റെ കയ്യിൽ ഇതിനേക്കാൾ ആയുധബലമുണ്ടെങ്കിലും അവനത് ചെയ്യാൻ കഴിയില്ല. ഇവിടെയാണ് ഈ പറയുന്ന പാശ്ചാത്യ ശക്തികൾ ഇന്ത്യയെ ഭയപ്പെടുന്നത്. എന്താണെന്നറിയാമോ? ഇപ്പോൾ ആരെടുത്ത് നമ്മൾ പറഞ്ഞാലും ഒരു ഗുണ്ടാത്തലവൻ, അവൻ്റെ ഇടുപ്പിൽ ഒരു കടാര കാണും. അല്ലെങ്കിൽ നമ്മൾ സിഖുകാരനാണെങ്കിൽ അവൻ്റെ കയ്യിലൊരു കൃപാണ്, അത് അവൻ്റെ ഭാഗമാണ്. എവിടെ പോയാലും കൊണ്ടു കിടക്കും. പാർലമെൻറ്റിൽ പോയാലും കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചു. നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനം തുടങ്ങിയത് എങ്ങനെയാണ്? ഇത് ഒരു ബുദ്ധി തലത്തിലാണ്. അവൻ്റെ വിവേകം ഉപയോഗിച്ച് അവന് ധ്യാനം ചെയ്യാനുള്ള കഴിവ്, അവൻ്റെ ഉള്ളിലേക്ക് വലിയാനുള്ള കഴിവ് ഇതുവഴി ഉണ്ടായി വന്ന ശാസ്ത്രമാണ്. അപ്പോൾ ഇതിലെന്ത് പറ്റിയെന്ന് വെച്ചാൽ, അന്ന് ഇവരെല്ലാം സ്വൈരമായി ഇരുന്നത് എവിടെയാണ്? ഒരു സന്യാസിയായി അദ്ദേഹം ഇതിനു വേണ്ടി പുറപ്പെട്ട് കഴിഞ്ഞാൽ കുടുംബവുമായിട്ടുള്ള ബന്ധം വരെ ഉപേക്ഷിച്ച്, നാടുമായും മറ്റു മനുഷ്യരുമായിട്ടുള്ള ബന്ധങ്ങളും ഉപേക്ഷിച്ച്, കയ്യിൽ ഒരു ആയുധവുമില്ലാതെ ഒരു ശേഖരണവും ഇല്ലാതെ ഇയാൾ നിബിഡമായ ഒരു വനത്തിനുള്ളിലേക്ക് കയറുന്നു. ആ വനത്തിനുള്ളിൽ ക്രൂരമൃഗങ്ങളുണ്ട്, വിഷപ്പാമ്പുകളുണ്ട്, ഇരുട്ടാണ്, പലപ്പോഴും അതിനകത്ത് സൂര്യപ്രകാശം കയറാറില്ല. ഈ വനത്തിനകത്ത് ചെന്ന് ഏതെങ്കിലും ഒരു മരത്തിൻ്റെ മൂട്ടിലോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഇരുണ്ട ഗുഹയ്ക്കകത്തോ ഇരുന്നാണ് ഇദ്ദേഹത്തിൻ്റെ മെൻ്റൽ അനാലിസിസ് നടക്കുന്നത്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ബാഹ്യപ്രപഞ്ചം എന്നൊരു സംഗതിയില്ല. അത് വെറും മിഥ്യയാണ്, അത് മായയാണ്, ഞാൻ അതിൽ ശ്രദ്ധിക്കേണ്ടവനല്ല. പക്ഷേ ഈ അകത്തുള്ള സംഗതി എന്താണ്, അതിനെക്കുറിച്ചുള്ള അന്വേഷണം, ഇവിടെ നിന്നാണ് നമ്മുടെ ഈശ്വര സങ്കല്പവും ബ്രഹ്മം എന്നൊരു തത്വവും ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ബ്രഹ്മമാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം. അതിന് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കണമെങ്കിൽ അവന് എന്തുമാത്രം ധൈര്യം വേണം. നമ്മൾ ആരെങ്കിലും ഒരു കാട്ടിനകത്ത് അകപ്പെട്ടു പോയാൽ അടുത്ത ദിവസം നമ്മൾ പേടിച്ച് കാണില്ല, രാത്രി തന്നെ പേടിച്ച് മരിച്ചു കാണും. ഇവർ വർഷങ്ങളോളം അവിടെ ഇരിക്കുന്നു, ആഹാരം പോലും വേണ്ട, കൊഴിഞ്ഞു വീഴുന്ന ഇലകൾ ഭക്ഷിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു ശകലം ജലം കഴിച്ചും കൊണ്ട് ഇവർ അവിടെ ഇരുന്ന് ചെയ്യുന്ന ഇവരുടെ ഈ ഇൻ്റലക്ച്വൽ വർക്ക് ഇവർ അൺഡിസ്റ്റർബ്ഡായിട്ട് ദിവസങ്ങൾ മാസങ്ങൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വർക്ക് ചെയ്യാതെ ഒരു വെസ്റ്റേൺ സയൻസിന് ഇതിനെ കടത്തിവെട്ടാനൊന്നും പറ്റില്ല. അതുകൊണ്ടാണ് നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ പുറത്തു പോയി കഴിഞ്ഞാൽ അവർ ഷൈൻ ചെയ്യുന്നത്. ഏത് മേഖലയും നമ്മൾ നോക്കിയാലും നമ്മുടെ ആൾക്കാർ ഈ ഒരു പാരമ്പര്യത്തിൽ ഈ പാരമ്പര്യമുണ്ട്. ഇത് നമ്മുടെ ജീനിലുള്ളതാണ്, ഭാരതീയൻ്റെ. നമ്മളൊരു മാനേജ്മെൻറ്റ് സങ്കല്പത്തിൽ നമ്മൾ ചെന്നാലും നമുക്ക് ഈ ക്വിക്ക് മണി എന്നുള്ളതിന് പകരം ഈ ഒരു ധാർമ്മികതയിൽ അടിസ്ഥാനമായിട്ടുള്ള അങ്ങനെയുള്ള വർക്ക് അതിന് നമുക്ക് കഴിയും. അപ്പോൾ ഇവിടുത്തെ ചോദ്യം എന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് ഇവിടെ മതപരിവർത്തനം നടക്കുന്നത്? മതപരിവർത്തനം നടക്കുന്നതിൻ്റെ കാരണം നമ്മൾ ഈ പറഞ്ഞ ധർമ്മബോധം നമ്മുടെ തലമുറയ്ക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ അടിസ്ഥാന പ്രമാണങ്ങൾ നമ്മളാരും പഠിക്കുന്നില്ല. നമുക്കുള്ള അടിസ്ഥാന പ്രമാണങ്ങളെക്കാളും വലുതൊന്നുമല്ല മറ്റ് വെസ്റ്റേണേഴ്സിൻ്റെ ഒന്നിലും ഉള്ളത്. ഇത് ആദ്യം നമ്മുടെ ഭാരതത്തിലേക്ക് കടന്നു കയറി വന്നത് ഇവരാണ്. എന്താണ്, നമ്മുടെ ഇറാൻ, ഇറാഖ്, പേർഷ്യൻസാണ് ആദ്യം വരുന്നത്. അപ്പോൾ അവർ ഈ സിന്ധു മേഖല, കാരണം അത് വെൽ ഡെവലപ്ഡ്, ഹൈലി ഡെവലപ്ഡ് ആൻഡ് സിവിലൈസ്ഡ്. അപ്പോൾ യവനെയാണല്ലോ എല്ലാവർക്കും നോട്ടം. ഇവൻ്റെ കയ്യിൽ പണമുണ്ട്, ഇവൻ നല്ല ആളുകളാണ്. അപ്പോൾ ഈ കാടന്മാർക്ക് വന്നു കയറി ഇവരെല്ലാം ആക്രമിച്ച് കീഴ്പ്പെടുത്താം. കാരണം ഇവർ വളരെ സഭ്യരാണ്, അവർ പരിഷ്കൃതരാണ്. അപ്പോൾ അങ്ങനെ വന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ പാകിസ്ഥാൻ ഇരിക്കുന്നതിൻ്റെ പല ഭാഗങ്ങളും അന്ന് അവർ കീഴ്പ്പെടുത്തിയത്. പക്ഷേ അത് കഴിഞ്ഞ് അവർ ചെയ്തത് എന്താണ്? അവർ വന്നപ്പോഴത്തേക്കും ഈ നമ്മുടെ അമ്പലങ്ങളും നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനങ്ങളെയും ഇതിനെല്ലാം തകർത്തു. വേദപഠനം പാടില്ല, ഇതിനെല്ലാം കത്തിച്ച് കളയുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അലക്സാണ്ടർ ഇന്ത്യ ആക്രമിച്ചു. അലക്സാണ്ടർ അമ്പലങ്ങൾ ആക്രമിച്ചില്ല, അത്രയും മാന്യത അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന ഫിലോസഫേഴ്സ് വന്നപ്പം ഈ ഭാരതത്തിനകത്ത് അവർ നോക്കിയപ്പോൾ ഒന്നിനെയും പ്രശ്നമാക്കാതെ, ഭക്ഷണം വേണ്ട, പണം വേണ്ട, ഈ പറയുന്ന ഇൻ്റലക്ച്വൽ ഡിബേറ്റ്സ് ആൻഡ് ഇൻ്റലക്ച്വൽ
എന്താണ് ഡിസ്കവറീസ് അതിലിരിക്കുന്ന ആചാര്യന്മാരിവിടെ ഉണ്ട്. അവർ വന്ന് ഇവരുമായിട്ട് തർക്കമായി. ഈ തർക്കത്തിൽ ഇവർ ഈ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് സംഗതി. അവരുടെ ഫിലോസഫി ഇതിൻ്റെ മുന്നിൽ ഒന്നുമല്ല. ഇവർ ഇവിടെ നിന്ന് ഇന്ത്യൻ ഫിലോസഫി ഇവിടെ നിന്നെടുത്ത് ഗ്രീക്ക് കൊണ്ടുപോയി. പക്ഷേ ഇത് കഴിഞ്ഞ് വന്നിട്ടുള്ള മുഴുവൻ ഇൻവേഡേഴ്സും നമ്മുടെ സംസ്കാരത്തിനെ തകർക്കാനായിട്ടാണ് ശ്രമിച്ചിട്ടുള്ളത്. അതിന് നമ്മുടെ ഇത് വലിയ കൂടിയ സംഗതിയൊക്കെ പറയുന്ന ബ്രിട്ടീഷുകാരനായാലും അത് തന്നെയാണ് ചെയ്തത്. നമ്മളീ പറയുന്നില്ലേ, വേദം മക്കൾക്ക് മാത്രമേ പഠിപ്പിച്ചു കൊടുക്കൂ, ജാതി വെച്ച് പഠിപ്പിക്കുന്നു എന്ന് പറയുന്നു. കാരണം എന്താണ്? വേദപാഠശാലകൾ മുഴുവൻ നിയമവിരുദ്ധമാക്കി. ആർക്കും പോയി വേദം പഠിക്കാമായിരുന്നു. അപ്പോൾ ഇത് പഠിക്കാതിരിക്കാൻ വേണ്ടി ഇതിനെ നിയമവിരുദ്ധമാക്കി വെച്ചു, നിരോധിച്ചു. പിന്നെ ആരെടുത്ത് പഠിപ്പിക്കും? സ്വന്തം വീട്ടിൽ സ്വന്തം കുഞ്ഞിനെ ആരും അറിയാതെ രഹസ്യമായി പഠിപ്പിക്കണം. അതുകൊണ്ടാണ് ഇതെല്ലാം രഹസ്യ ഉപദേശങ്ങളായി മാറിയത്. പുറത്തിറഞ്ഞാൽ തല കാണില്ല, രഹസ്യമായിട്ടേ ഉപദേശം കൊടുക്കാവൂ. അപ്പോൾ അങ്ങനെ നിന്നിട്ടും എത്രയോ ആയിരം വർഷങ്ങൾ ഇതിനെയെല്ലാം, ഈ പ്രതിസന്ധികളെല്ലാം നേരിട്ടിട്ടും ഇന്നും ഈ ഭാരതത്തിൽ ഹിന്ദു സംസ്കാരം നിലനിൽക്കുന്നു. അപ്പോൾ ഇതിനു വേണ്ടി നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു സത്യത്തിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഒന്നും തന്നെ ഒന്നുമല്ല എന്നാവും. ഇതറിയാത്ത പാവപ്പെട്ട ജനങ്ങളെ അവരെ എന്ത് പറ്റുന്നു? ഇന്ന് പല ചൂഷണങ്ങളുണ്ട്. അത് ഹിന്ദുവിനും പുറത്തും മാത്രമല്ല. ഈ പ്രത്യേക പൂജ ചെയ്താൽ നിങ്ങളെ ഈ കാര്യങ്ങളൊക്കെ മാറും. കല്യാണം നടക്കണമെങ്കിൽ ഇന്ന പൂജ ചെയ്യണം. മക്കൾ പഠിക്കുന്നില്ല, ഉടനെ അമ്മ പോണത് കോവിലിൽ പോയി എന്ത് ചെയ്യാന്നുള്ള അടുത്ത പൂജ ചെയ്യാനാണ്. അമ്മ ടി വി കണ്ടിരുന്നാലേ മക്കൾ പഠിക്കില്ല. അമ്മ കുറച്ച് ശ്രമിക്കണം, മക്കളെ കൊച്ചിലേ മുതലേ ആ വഴിയിലേക്ക് കൊണ്ടുപോകാതെ. അച്ഛൻ വായി നോക്കി നടന്നാൽ മക്കൾ പഠിക്കില്ല. അച്ചടക്കം, അച്ഛനെ നോക്കിയാണ് മക്കൾ പഠിക്കുന്നത്. അതാണ് നമ്മുടെ കോർ വാല്യൂസ്. ഇത് രണ്ടുമില്ലാതെ കുത്തഴിഞ്ഞ ഒരു കുടുംബത്തിൽ നമുക്കിത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഡിസിപ്ലിൻ നമ്മൾ ഉണ്ടാക്കണം. അപ്പോൾ ഇതില്ലാതെ വരുമ്പോൾ രോഗശാന്തി, ഇത് നമ്മളിവിടെ ദൈവത്തിനെ കുറേ വിളിച്ചു, അപ്പോഴത്തേക്കും വേറൊരാൾ വരികയാണ്, ഞങ്ങളിപ്പോൾ ശരിയാക്കി തരാം, നിങ്ങൾ ഇതിൽ വിശ്വസിച്ചാൽ മാത്രമേ. ഇതാ ഞങ്ങളെ ഇരിക്കുന്ന പുസ്തകത്തിൽ പറയണ പേരേ വേദപുസ്തകം എന്നാണ്. വേദത്തിനെ പുച്ഛിക്കണവനാണ് പറയണത്. എൻ്റെ ഇരിക്കുന്ന വേദപുസ്തകത്തിൽ പറയുകയാണ്, ഇതിൽ വിശ്വസിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിനെല്ലാം പരിഹാരമുള്ളൂ. ഉടനെ അവിടെ പോകും. ഇവിടെ പോയി 1 രൂപ തികച്ച് കാണിക്കയിടാത്തവൻ അവിടെ ചെല്ലുമ്പോൾ 100 രൂപ കൊടുക്കും. അത് കഴിഞ്ഞ് കൂട്ടപ്രാർത്ഥന, ഞങ്ങളെല്ലാം കൂടെ പ്രാർത്ഥിച്ചാൽ നിങ്ങളെ കാര്യങ്ങൾ ഇപ്പോൾ ശരിയാക്കി തരുമെന്ന് പറയും. അവസാനം ഈ രോഗി മരിക്കും. അപ്പോൾ എന്തിനാണ് പോയത്? രോഗശാന്തി ശുശ്രൂഷ. രോഗി മരിച്ചു, കയ്യിലെ പണവും പോയി, സമയവും പോയി, നമ്മൾ ആചാരവും എല്ലാം, വീടും എല്ലാം ഇത്. കാരണം അമ്മ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ വീട് കുത്തഴിഞ്ഞു. ഇത് പിന്നെ വേറെ എന്തൊക്കെ നടക്കുന്നുണ്ടെന്ന് അറിയില്ല. പലതും പറയുന്നുണ്ട് ഇങ്ങനെ പോകുന്ന സ്ത്രീകളെക്കുറിച്ച്. പക്ഷേ ഇത് കഴിയുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, മരിച്ചു കഴിയുമ്പം അവനെ കർത്താവ് എടുത്തു, രക്ഷപ്പെട്ടു. മനസ്സിലായില്ലേ? ഇത് ഒരു തരം മാജിക്കാണ്. എന്തായാലും മരിക്കും എന്നറിയാം. ഈ മരണഭയം ഇല്ലാത്തവനാണ് ഹിന്ദു. ഹിന്ദു ഒരിക്കലും ജനിക്കുന്നില്ല, ഒരിക്കലും മരിക്കുന്നില്ല. ഇതാണ് നമ്മുടെ ഹിന്ദുവല്ല, ഏത് മനുഷ്യനായാലും ഏത് ജീവജാലമായാലും യഥാർത്ഥത്തിൽ ആ ജീവയ്ക്ക് മരണമില്ല. ഈ അടിസ്ഥാനം ആദ്യം വേണം. ഈ മരണഭയം മാറ്റിയവന് മാത്രമേ ഇന്ത്യൻ പട്ടാളത്തിനെ മാതിരി നിൽക്കാൻ പറ്റൂ. മറ്റവനെല്ലാം ഏറ്റവും വലിയ ഭയം എന്ന് പറയുന്നത് പരിവർത്തനത്തിൻ്റെ അടിസ്ഥാനം തന്നെ ഈ മരണഭയമാണ്. അതിനെ സമർത്ഥമായിട്ട് ചൂഷണം ചെയ്ത് ഈ അവൻ്റെ വ്യക്തി താല്പര്യങ്ങൾ, അവൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ, അതിനുള്ള എളുപ്പ വഴി ഞങ്ങൾ മുതലെടുത്തുകൊണ്ട് അതിനെ ചൂഷണം ചെയ്ത് ഈ പരിവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു. അവസാനം വഞ്ചിക്കപ്പെടുന്നു. എത്തുന്നു. ലാർജ് സ്കെയിലിലുള്ള ഒരു കച്ചവടമാണ് നടക്കുന്നത്. അത് ഞങ്ങളിപ്പോൾ എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് ഭരണത്തിൽ വരുമല്ലോ, ഒന്നും ചെയ്യില്ല. പക്ഷേ ഈ നിൽക്കുന്നവൻ്റെ വിചാരം അടുത്തവണ വരുമ്പോൾ കൂടുതൽ ചെയ്യുമെന്നാണ്. പ്രൊപ്പഗൻഡ മാത്രമേ ഉള്ളൂ ഇതിനകത്ത് യാതൊരു പ്രൊപ്പഗൻഡയില്ല. അവനവൻ സത്യം മനസ്സിലാക്കിയ വായിക്കും. വിവരമുള്ളവൻ കുറച്ചേ സംസാരിക്കും, വിവരം കേട്ടവൻ റോഡിൽ നിന്ന് അഴിഞ്ഞാടും. ഇതാണല്ലോ സമൂഹത്തിലും. അപ്പോൾ ഈ വിവരമുള്ളവൻ അവൻ കൂടുതൽ ഉള്ളിലേക്ക് വലിയും. അതിന് പറ്റിയ ആൾക്കാരുമായിട്ട് മാത്രം ചർച്ച ചെയ്യും. ആവശ്യമില്ലാതെ ബഹളം ഉണ്ടാക്കാൻ പോവില്ല. അതുകൊണ്ടല്ലേ കാഞ്ചി ശങ്കരാചാര്യ സ്വാമി മാസങ്ങൾ ജയിലിൽ കൊണ്ടിട്ടു. എന്തെങ്കിലും പ്രതിഷേധം ഉണ്ടായോ? കോടതി എന്താ തീരുമാനിച്ചത്? നിയമത്തിന്റെ വഴിക്ക് പോയി. കോടതി ലാസ്റ്റിൽ എന്ത് പറഞ്ഞു? ഇദ്ദേഹം കുറ്റക്കാരനല്ല. പകരം ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഇത് അക്യൂസ് ചെയ്ത് ഇദ്ദേഹത്തിനെ ഉപദ്രവിച്ച ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്യാൻ കോടതി ഓർഡർ ഇട്ടു. ഇവിടെയാണ് വ്യത്യാസം. ഇതിപ്പോൾ നടക്കുന്നതെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ മറ്റ് ഈ മതങ്ങൾ എന്ന് പറയുന്നത് ഈ ധർമ്മത്തിൻ്റെ അല്ല, ഉടനെ അവരെല്ലാം കൂടെ അങ്ങ് റോഡി ഇറങ്ങും. ഇവിടെ വിളിച്ച ആരെങ്കിലും ഇറങ്ങുമോ?
ഇല്ല. ഇപ്പോൾ ഹിന്ദു വിളിച്ചാൽ ഇവിടെ ഇപ്പോൾ ഉള്ളത് ഒരു 10 ലക്ഷം പേരെ നമുക്ക് ഇറക്കണം എന്ന് പറഞ്ഞാൽ നടക്കുമോ? മറ്റേതങ്ങനെയല്ല. ഒരു കോട്ടയ്ക്കകത്തുള്ള അടിമകൾ മുഴുവൻ ഓടം വരിയായിട്ട് ഇങ്ങ് വരികയാണ് ആ ഡ്രസ്സ് ഇട്ടുകൊണ്ട്. നമ്മൾ കണ്ടില്ലേ റോഡിലിറങ്ങി നടന്ന പാതിരിമാർ, കന്യാസ്ത്രീകൾ, ഇതെല്ലാം എന്തുകൊണ്ടാണ്? ഇറങ്ങണ വെളിയിലെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇറങ്ങും. മറ്റിടത്ത് അതില്ല. അവിടെ സ്വയം ബോധമുണ്ട്, അതനുസരിച്ച് ചെയ്യൂ. ഏതിൻ്റെങ്കിലും പിറക്കെ അങ്ങ് ഇറങ്ങി പോകുന്നവരല്ല. അതാണ് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൻ്റെ, ഹിന്ദു സംസ്കാരത്തിൻ്റെ അതിൻ്റെ മേന്മ എന്ന് പറയുന്നത് ഇതാണ്. തീർച്ചയായിട്ടും നമുക്ക് മതപരിവർത്തനം ഒരു വലിയ വിഷയമാണ്, ഇവിടെ അവസാനിക്കുന്നില്ല. അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് സംസാരിക്കേണ്ട ഒരു വിഷയമാണ്. ചെറിയ ഒരു കാലയളവിൽ സംസാരിച്ച് തീർക്കാവുന്നതല്ല. ഇതിൻ്റെ കാരണം നമ്മൾ അന്വേഷിച്ച് പോകണം. നമ്മളിതിനെ വെറുതെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മരണഭയം, മരണത്തെക്കുറിച്ചുള്ള ശരിയായ തിരിച്ചറിവുണ്ടായാൽ മനുഷ്യന് പിന്നെ മതം വേണ്ട. അതെ, കാരണം മതം എന്നുള്ള വാക്ക് വന്നിരിക്കുന്നത് തന്നെ റിലിജിയൻ എന്നുള്ള വാക്കിൻ്റെ അടിസ്ഥാനം റെലിഗെയർ എന്നുള്ള ലാറ്റിൻ വാക്കാണ്. അപ്പോൾ ഈ റിലിജിയൻ പറയുന്നവരെല്ലാം മനസ്സിലാക്കേണ്ട റിലിഗെയർ മീൻസ് എവേ ഫ്രം ദ മണ്ടൈൻ അഫെയർസ് ഓർ എവേ ഫ്രം ദ വേൾഡ്ലി അഫെയർസ്. അതിന് ഈ ജോലിക്ക് കൊണ്ടുപോക്കും ഈ പറയുന്ന എന്താണ് ഈ റോഡിലുള്ള പ്രകടനം ഒന്നുമല്ല. ഇതിൽ നിന്നെല്ലാം മാറിപ്പോണം എന്നാണ് അടിസ്ഥാനപരമായ റെലിഗെയർ എന്നുള്ള വാക്ക്. ആന്തരിക പരിവർത്തനമാണ്. അതിന് യോഗ്യത ഉള്ളത് നമ്മൾ ഈ പറയുന്ന ഹിന്ദു ശാസ്ത്രത്തിന് മാത്രമേ ഉള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.